ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല കുടംപുളി ഇട്ട് വറ്റിച്ചെടുത്ത നാടൻ അയലക്കറിയുടെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് മീനൊക്കെ നന്നായിട്ട് വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയുള്ളി, വറ്റൽമുളക്, ഒരു തക്കാളി, ആവശ്യത്തിനുള്ള കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി നന്നായി ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടി വരുന്ന സമയത്ത് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകിടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വാടി വരണം. അതിന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ എടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ആ പൊടികളുടെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്ക് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളി ഉണ്ടല്ലോ, അത് ആ വെള്ളത്തോടെ ചേർത്ത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല, കുറച്ച് വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. മൂടി വെച്ച് തിളച്ച് വരുന്ന സമയത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഞാൻ ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഈ മീൻകറി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച് ആ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കുറുകി വന്നിട്ടുണ്ട്. നല്ല മണമാണ് തുറക്കുമ്പോൾ, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചീനി വേവിച്ചതാട്ടോ. നമ്മുടെ ഇവിടെ ചീനി എന്നാണ് പറയുന്നത്, കപ്പ എന്നൊക്കെ പറയും ചിലർ, മരച്ചീനി എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ചീനിയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.